പതിറ്റാണ്ടുകളായിട്ട് പാകിസ്ഥാൻ സൈന്യം അടിച്ചമർത്തിയിരുന്ന ബലൂജികൾ പെട്ടെന്ന് വലിയ സാമ്പത്തിക സൈനിക ശക്തിയായിട്ട് മാറുകയും പാകിസ്ഥാൻ സൈന്യത്തിന് തന്നെ എട്ടിന്റെ പണി കൊടുക്കുന്ന നിലയിലേക്ക് വളരുകയും ഇന്നിപ്പോ നാളെ അവരുടെ സ്വാതന്ത്ര്യ ദിനമാണ് എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയൊക്കെയാണ്. പാകിസ്ഥാന്റെ ആക്ഷേപം എന്ന് പറയുന്നത് ബലൂജികൾക്ക് പിന്നിൽ ഇന്ത്യയാണ്, ഇന്ത്യയുടെ പിന്തുണ ബലൂജ് ആർമിക്കുണ്ട്, അതുകൊണ്ടാണ് അവർ ഇത്രയും ശക്തമായത് എന്നൊക്കെയാണ് പാകിസ്ഥാൻ പറയുന്നത്. പാകിസ്ഥാന്റെ ആരോപണമാണ്, അവരിങ്ങനെ പല ആരോപണങ്ങളും പറയും. ഇന്ത്യ എന്തായാലും അതൊന്നും എവിടെയും സമ്മതിച്ചിട്ടില്ല. ബലൂജ് ലിബറേഷൻ മൂവ്മെന്റിലോ ബലൂജിന്റെ സ്വാതന്ത്ര്യത്തിലോ ഇന്ത്യക്ക് എന്തെങ്കിലും പങ്കുള്ളതായിട്ട് ഇന്ത്യ എവിടെയും സമ്മതിച്ചിട്ടില്ല. പക്ഷേ ബലൂചിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം രൂപീകൃതമാകുന്നതോടെ ഏറ്റവും വലിയ നേട്ടം ഉണ്ടാകാൻ പോകുന്നത് ഇന്ത്യക്കാണ്. പൊതുവെ നമ്മൾ എവിടെയും അങ്ങനെ ചർച്ചയായി കാണാത്തൊരു സംഭവമുണ്ട്. ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് ഏറ്റവും വലിയ ഭീഷണിയായ സംഭവം അതാണ് ചൈന പാകിസ്ഥാൻ എക്കണോമിക് കോറിഡോർ. ആ ഒരു പദ്ധതി ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിരുന്നു. കാരണം ചൈന പാകിസ്ഥാൻ എക്കണോമിക് കോറിഡോർ കടന്നു പോകുന്നത് പാക് അധീന കാശ്മീരിലൂടെയാണ്, അതായത് ഇന്ത്യയുടെ കാശ്മീരിലൂടെയാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ കാര്യമല്ല ഇത്. കാരണം പാക് അധീന കാശ്മീരിൽ ഒരു കക്ഷിയായിട്ട് ചൈന വരുന്നു, ബില്യൺ കണക്കിന് ഡോളർ ചൈന അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നു, അതിനു വേണ്ടിയിട്ട് ചൈനീസ് തൊഴിലാളികൾ വരുന്നു, ചൈനയുടെ സൈനികരുടെ സാന്നിധ്യം ഉണ്ടാവുന്നു. സോ ഇത് ഇന്ത്യക്ക് ഒരു വലിയ പ്രശ്നമായിരുന്നു. ചൈന ശ്രമിച്ചത് ഈ മലാക്ക കടലിടുക്ക് വഴിയുള്ള ചൈനയുടെ ചരക്ക് നീക്കം പതിയെ ഇല്ലാതാക്കിയിട്ട് പാകിസ്ഥാനിലൂടെയും പാക് അധീന കാശ്മീരിലൂടെയും ഗ്വാദർ തുറമുഖം വഴി ചരക്ക് നീക്കം നടത്താമെന്നതായിരുന്നു ചൈനയുടെ കണക്കുകൂട്ടൽ. ഇതിലൂടെ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ചൈനയ്ക്ക് ഒരു സാന്നിധ്യം ഉണ്ടാവുകയും ചെയ്യും. ചൈനീസ് നാവികസേനയ്ക്കും മുങ്ങിക്കപ്പലുകൾക്കുമൊക്കെ ഗ്വാദർ തുറമുഖത്തിലേക്ക് യഥേഷ്ടം വരാനും അവരുടെ സൗകര്യത്തിന് അവിടെ നിൽക്കാനും ഒക്കെ കഴിയും. ഇന്ത്യയുടെ മേൽ ഒരു നോട്ടം ഉണ്ടാവുകയും ചെയ്യും. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഇന്ത്യയുടെ അപ്രമാദിത്വത്തെ ചോദ്യം ചെയ്യണം. അതോടൊപ്പം മലാക്ക കടലിടുക്ക് വഴി ചൈനയുടെ ചരക്ക് കപ്പലുകൾ പോകുന്ന സമയത്ത് ഉണ്ടാവുന്ന സുരക്ഷാ ഭീഷണിയെ മറികടക്കാനും കഴിയും. കാരണം ഈ മലാക്ക കടലിടുക്കിന്റെ തൊട്ടടുത്താണ് ഇന്ത്യയുടെ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ കിടക്കുന്നത്. എല്ലാ കാലവുമുള്ള ചൈനയുടെ പേടി അതാണ്. എങ്ങാനും ഇന്ത്യ ചൈന യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇന്ത്യ കടലിടുക്ക് അടയ്ക്കുകയാണെങ്കിൽ ചൈനീസ് കപ്പലുകൾ എങ്ങനെ കടന്നു പോകും? ഇതെല്ലായ്പ്പോഴും ചൈന നേരിടുന്ന ഒരു ഭീഷണിയാണ്. സോ അതിനെ മറികടക്കാനായിട്ട് അവർ കണ്ടുപിടിച്ച മാർഗമായിരുന്നു ചൈന പാകിസ്ഥാൻ എക്കണോമിക് കോറിഡോർ. ബലൂചിസ്ഥാൻ സ്വാതന്ത്ര്യം നേടുന്നതോടെ ചൈന പാകിസ്ഥാൻ എക്കണോമിക് കോറിഡോറിന് പിന്നീട് ഒരു നിലനിൽപ്പുമില്ല. ഗ്വാദർ തുറമുഖം നഷ്ടപ്പെടുന്നതോടെ ചൈനയുടെ പടിഞ്ഞാറൻ കടൽ തീരത്തിന് തൊട്ടടുത്ത് അന്തർവാഹിനികളും യുദ്ധക്കപ്പലുകളും വിന്യസിക്കാനുള്ള നീക്കം പൂർണ്ണമായി പരാജയപ്പെടും. വടക്കൻ അറബിക്കടലിലെ നാവിക മേധാവിത്വം പൂർണ്ണമായും ഇന്ത്യൻ നാവികസേനയുടെയും മറ്റ് സഖ്യരാഷ്ട്രങ്ങളുടെയും കയ്യിൽ തന്നെ നിലനിൽക്കും. ഇത് ചൈനയ്ക്ക് ഉണ്ടാക്കുന്ന നഷ്ടം ചെറുതൊന്നുമല്ല. ചൈനയുടെ സാമ്പത്തിക മേഖലയെ കൂടെ ഇത് തകർത്ത് കളയും. ഈ ഒരു പ്രോജക്റ്റ് ഇല്ലാതാവുമ്പോൾ 62 ബില്യൺ ഡോളറിന്റെ നിക്ഷേപമാണ് ചൈനയ്ക്ക് തകരുന്നത്. ഇത് ചൈനയെ സംബന്ധിച്ചിടത്തോളം നികത്താനാകാത്ത സാമ്പത്തിക നഷ്ടമാണ്. ഇത് പാകിസ്ഥാന് സാമ്പത്തിക സൈനിക സഹായങ്ങൾ നൽകുന്നതിൽ നിന്ന് ചൈനയെ പിന്നോട്ടടിക്കും. മാത്രമല്ല ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവിനെ അത് ബാധിക്കുകയും ചെയ്യും. തെക്കേ ഏഷ്യൻ മേഖലയിൽ ചൈനയുടെ സ്വാധീനം വ്യാപിപ്പിക്കുന്നതിന് വലിയൊരു തടസ്സമായിട്ട് ഇത് മാറും. ചുരുക്കത്തിൽ ബലൂചിസ്ഥാൻ സ്വാതന്ത്ര്യം നേടുമ്പോൾ ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് പദ്ധതിയെ മാത്രമല്ല, അവരുടെ ഏറ്റവും വലിയ സ്വപ്നമായ ചൈന പാകിസ്ഥാൻ എക്കണോമിക് കോറിഡോറിനെയും അവർക്ക് സ്വാധീനം ഉണ്ടാക്കാനായിട്ട് അവർ സ്വപ്നം കണ്ട ഗ്വാദർ തുറമുഖത്തിലേക്കുള്ള അവരുടെ പ്രവേശനത്തെയുമാണ് എന്നേക്കുമായിട്ട് തടയുന്നത്. ഇത് പാകിസ്ഥാനും ഉണ്ടാക്കുന്ന ചില്ലറ നഷ്ടമൊന്നുമല്ല. എല്ലാ കാലവും ചൈന കൂടെ നിന്നിട്ടേ ഉള്ളൂ പാകിസ്ഥാനെ സംബന്ധിച്ച്. എന്നാൽ ഈ നഷ്ടം ചൈനയെ പാകിസ്ഥാൻ ബന്ധം തുടരണമോ വേണ്ടയോ എന്ന് പോലും ആലോചിക്കാൻ പ്രേരിപ്പിക്കുമെന്നതിൽ ഒരു തർക്കവുമില്ല. ലാഭനഷ്ട കണക്കുകൾ കൃത്യമായി കണക്ക് കൂട്ടുന്ന ചൈനയെ സംബന്ധിച്ചിടത്തോളം അവരെന്തൊരു കാര്യം ചെയ്യണമെങ്കിലും അതിൽ അവർക്ക് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് വേണം. പാകിസ്ഥാനെ ചൈന സഹായിക്കുന്നത് ചൈന പാകിസ്ഥാൻ എക്കണോമിക് കോറിഡോറും ഗ്വാദർ തുറമുഖവും ഇന്ത്യയുമായിട്ടുള്ള പാകിസ്ഥാന്റെ ശത്രുതയും ഒക്കെ കണ്ടിട്ടാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ തങ്ങൾക്ക് ലഭിക്കില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് പാകിസ്ഥാൻ സ്പ്ലിറ്റായിട്ട് ബലോചിസ്ഥാൻ ഒരു പുതിയ രാജ്യമായി മാറുമെന്ന് ഉറപ്പായി കഴിഞ്ഞാൽ ചൈനയുടെ പാകിസ്ഥാനോടുള്ള സമീപനം പോലും അടിമുടി മാറാൻ സാധ്യതയുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ ചൈന പാകിസ്ഥാൻ എക്കണോമിക് കോറിഡോർ കടന്നു പോകുന്നത് ഇന്ത്യയുടെ ഗിൽജിത് ബാൾട്ടിസ്ഥാനിലൂടെയാണ്. നിലവിലത് പാകിസ്ഥാന്റെ നിയന്ത്രണത്തിലാണ്. ഇത് പൂർണ്ണമായിട്ട് നമുക്ക് ഒഴിവാക്കാൻ കഴിയുന്നതിലൂടെ പതിയെ ഗിൽജിത് ബാൾട്ടിസ്ഥാൻ ഉൾപ്പെടുന്ന പാക് അധീന കാശ്മീര് ഇന്ത്യക്ക് കൂടുതൽ ഇന്ത്യയുടെ ഭാഗമാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങളുമായി മുന്നോട്ട് പോകാൻ പറ്റും. മറിച്ച് എന്തെങ്കിലും ഒരു സൈനിക നീക്കം ഭാവിയിൽ ഉണ്ടായാൽ ചൈന ചാടി വീഴാനുള്ള സാധ്യത കൂടുതലായിരുന്നു. കാരണം ചൈന പാകിസ്ഥാൻ എക്കണോമിക് കോറിഡോർ അതുവഴിയാണ് കടന്നു പോകുന്നത്.
ചൈനീസ് ഇൻവെസ്റ്റ്മെന്റ്സ് ഉണ്ട്. ചൈനയുടെ ചരക്കുമായി പോകുന്ന കണ്ടെയ്നർ ലോറികൾ അല്ലെങ്കിൽ ചൈനയുടെ കാർഗോ ഷിപ്പുകൾ ഈ പറയുന്ന റോഡ് മാർഗം പോകുന്ന സമയത്ത് അവിടെ ഒരു യുദ്ധം വന്നു കഴിഞ്ഞാൽ അത് ചൈനയെ ബാധിക്കും. അപ്പൊ സ്വാഭാവികമായിട്ട് ചൈന അതിലേക്ക് ഇൻവോൾവ് ആവുന്നതിന് കാരണമാവും. മറിച്ച് ഈ പദ്ധതി തന്നെ നടക്കാതായി കഴിഞ്ഞാൽ ചൈനയ്ക്ക് അവിടെ പിന്നെ കാര്യമായ ഒരു റോളും ഇല്ല എന്നുള്ളതാണ്. സോ ഈ ഒരു പദ്ധതിയുമായിട്ട് ചൈന മുന്നോട്ട് വന്നപ്പോൾ ഇന്ത്യ വാൺ ചെയ്തതാണ്, ഇത് നടക്കില്ല, അത് ഇന്ത്യയുടെ മണ്ണാണ്, അതുവഴി ഞങ്ങളുടെ അനുവാദമില്ലാതെ ഒരു പദ്ധതി നടക്കില്ല എന്ന് ഇന്ത്യ പറഞ്ഞതാണ്. പക്ഷെ ചൈന അന്ന് ചെവിക്കൊണ്ടില്ല. ഇന്നിപ്പോ എന്ത് പറ്റിയെന്ന് ചോദിച്ചാൽ ചൈനയ്ക്ക് ആ പദ്ധതി പൂർത്തിയാക്കാൻ കഴിയുന്നില്ല. ഈ ഒരു സാഹചര്യത്തിൽ ചൈന പാകിസ്ഥാൻ ബന്ധം കൂടുതൽ ബലഹീനതകൾ നേരിടുകയാണ്. ഇനി പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാന്റെ ആകെയുള്ള ഭൂപ്രദേശത്തിന്റെ 44% വരുന്നത് ഈ ബലൂജ് റീജിയനാണ്. അത് വളരെയധികം ധാതു സമ്പത്തുള്ള പ്രദേശം കൂടിയാണ്. ബലൂചിസ്ഥാൻ വേർപെടുകയോ അവിടെ വലിയ ആഭ്യന്തര പ്രക്ഷോഭങ്ങൾ തുടരുകയോ ചെയ്താൽ പാകിസ്ഥാന്റെ സൈനിക ശക്തിയുടെ അല്ലെങ്കിൽ സാമ്പത്തിക വിഭവങ്ങളുടെ ഒരു വലിയ പങ്ക് അവിടെ അവർക്ക് വിന്യസിക്കേണ്ടി വരും. പടിഞ്ഞാറൻ അതിർത്തിയിൽ പ്രശ്നങ്ങൾ രൂക്ഷമാകുന്നതോടെ ഇന്ത്യയുടെ കിഴക്കൻ അതിർത്തിയിലോ ജമ്മു കാശ്മീരിലോ അനാവശ്യ ഇടപെടലുകൾ നടത്താനുള്ള പാകിസ്ഥാന്റെ ശേഷി ഗണ്യമായി ഇത് കുറയ്ക്കും. ബലൂചിസ്ഥാൻ പൂർണ്ണമായും സ്വാതന്ത്ര്യം നേടുന്നതോടെ പാകിസ്ഥാൻ വളരെയധികം ദുർബലമായി തീരുകയും ചെയ്യും. സിപെക്കും ഗ്വാദറും പരാജയപ്പെടുന്നതോടെ മധ്യേഷ്യയിലേക്കും യൂറോപ്പിലേക്കും ചരക്കെത്തിക്കാൻ ഇന്ത്യ വികസിപ്പിക്കുന്ന ചബഹാർ തുറമുഖം ഈ മേഖലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പാതയായി മാറും. ബലൂജിന്റെ സ്വാതന്ത്ര്യത്തിനെ ഇന്ത്യ സപ്പോർട്ട് ചെയ്യുകയും അവിടെയുള്ള പുതിയ ഭരണകൂടവുമായിട്ട് ഒരു നല്ല റിലേഷൻ ബിൽഡ് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ ഒരുപക്ഷെ ഗ്വാദർ തുറമുഖം പോലും ഇന്ത്യക്ക് നിയന്ത്രിക്കാൻ കഴിയുന്ന നിലയിലേക്ക് മാറും. കാരണം യഥാർത്ഥത്തിൽ ഈ ഗ്വാദർ തുറമുഖം സ്ഥിതി ചെയ്യുന്നത് ബലൂചിസ്ഥാൻ എന്ന് പറയുന്ന പ്രോവിനൻസിലാണ്. സോ ആ ഒരു റീജിയണിൽ ഇന്ത്യയുടെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ ഈ സംഭവങ്ങൾ കാരണമാകുമെന്നതാണ് മറ്റൊരു വസ്തുത. ചൈനയുടെയോ പാകിസ്ഥാന്റെയോ തടസ്സങ്ങളില്ലാതെ മധ്യേഷ്യൻ രാജ്യങ്ങൾക്ക് സമുദ്ര വ്യാപാരത്തിന് സഹായകരമാകുന്ന ഒരു പ്രധാന ശക്തിയായിട്ട് ഇന്ത്യക്ക് മാറാനും കഴിയും. ചുരുക്കത്തിൽ ഒരു രാജ്യം പിറവി കൊള്ളുമ്പോൾ അതിന്റെ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് കിട്ടുന്നത് ഇന്ത്യക്കാണ്. ബലൂചിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം ആ നാട്ടിലെ ജനങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ഒരേ സമയത്ത് അവർക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നുവെങ്കിൽ നമ്മുടെ രാജ്യത്തിന് കിട്ടുന്ന ബെനിഫിറ്റ്സ് വളരെ വളരെ വലുതാണ്. ബലൂചിസ്ഥാൻ വഴി നമുക്കുണ്ടായേക്കാവുന്ന ഭീഷണി, ചൈനയുടെ സ്വാധീനം ആ മേഖലയിൽ ഉണ്ടാവാനുള്ള സാധ്യത അതെന്നേക്കുമായിട്ട് നമുക്ക് അവസാനിപ്പിക്കാൻ കഴിയും. പാകിസ്ഥാനെ വീണ്ടും രണ്ടായി പിളർത്തുന്നതിലൂടെ കൂടുതൽ ദുർബലമാക്കാൻ കഴിയും. 3, പാക് അധീന കാശ്മീരിലൂടെ കടന്നു പോകുന്ന ഒരു പദ്ധതിയെ തടയാൻ കഴിയും പൂർണ്ണമായിട്ട്. അതിലൂടെ ചൈനയ്ക്ക് വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടാവുന്നു. മാത്രമല്ല ചൈനയുടെ ഏറ്റവും വലിയ സ്വപ്നത്തെ തകർക്കാൻ കഴിയുന്നു. പാക് അധീന കാശ്മീർ കൂടുതൽ വേഗത്തിൽ ഇന്ത്യയുടേതാക്കി മാറ്റാനുള്ള നീക്കങ്ങൾക്ക് ഇത് ബലം പകരുകയും ചെയ്യും. മറ്റൊന്ന്, മേഖലയിലെ ചൈനീസ് സ്വാധീനം വല്ലാതെ അങ്ങ് ഇല്ലാതായി പോകുമെന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ചൈനയുടെ ഏറ്റവും മോശമായിട്ട് അവർ കാണുന്ന ഒരു സാഹചര്യമാണ് മലാക്ക കടലിടുക്ക് വഴി അവരുടെ ചരക്ക് നീക്കം നടക്കുന്നത് ഇന്ത്യയുടെ മൂക്കിന്റെ തുമ്പിലൂടെ. ചൈനയുടെ ആ ഭയം വീണ്ടും കുറെ കാലത്തേക്ക് തുടരും. മറ്റൊരു വഴി അവരുടെ മുമ്പിലില്ല. മലാക്ക കടലിടുക്ക് വഴി അല്ലാതെ ചരക്ക് നീക്കം നടത്താൻ ചൈനയ്ക്ക് വേറെ ഒരു വഴിയുമില്ല. അപ്പൊ അതുകൊണ്ട് അവരുടെ ആ ഭയം, ഇന്ത്യ ഭയം, എല്ലാ കാലവും ചൈനയെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയും ചെയ്യും. ചുരുക്കത്തിൽ ഇന്ത്യക്കാണ് ബലൂചിസ്ഥാൻ ഒരു രാജ്യമായിട്ട് മാറുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ്സ് ഉണ്ടാവുന്നത് എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്ത്യ ബലൂച്ച് മൂവ്മെന്റിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയില്ല. ഗവൺമെന്റ് പറയാതെ നമുക്ക് ഒരിക്കലും ചെയ്യുന്നുണ്ടെന്നോ ഇല്ലെന്നോ പറയാൻ പറ്റില്ല. പക്ഷേ ബെനിഫിറ്റ് ഏറ്റവും കൂടുതൽ നമുക്കാണ്. ബാക്കിയൊക്കെ ഓരോരുത്തരുടെയും യുക്തിക്ക് വിടുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.